നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഒക്ടോബർ മാസം 2-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് LPG സിലിണ്ടറുകളുടെ വില ഇപ്പോൾ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഒക്ടോബർ 1-ാം തീയതി നിലവിൽ വരുന്ന വില വർധനയിൽ വാണിജ്യ ആവശ്യത്തിനുള്ള 19 കിലോഗ്രാമിന്റെ സിലിണ്ടറുകൾക്ക് 48 രൂപ 50 പൈസയാണ് ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. പുതിയ നിരക്കനുസരിച്ച് 19 കിലോഗ്രാം സിലിണ്ടറിന് 1740 രൂപ നൽകണം. മുൻപ് ഇത് 1691 രൂപ 50 പൈസയായിരുന്നു. ജൂലൈ 1-ന് 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 30 രൂപ കുറച്ചിരുന്നു. ഇതിനുശേഷം ഇത് തുടർച്ചയായിട്ടുള്ള 2-ാം ദിവസമാണ് വില കൂടുന്നത്. എല്ലാ മാസവും 1-ാം തീയതി വില പുതുക്കുന്നതാണ് രീതി. വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂടുന്നത് ബാധിക്കുക ഹോട്ടൽ കേറ്ററിംഗ് യൂണിറ്റുകളെയാണ്. ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടുവാൻ സിലിണ്ടർ വിലയിലെ വർധനവ് കാരണമായേക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. തുലാവർഷത്തിൽ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്നിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ട് സാധാരണയിൽ കൂടുതൽ തുലാം മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതേസമയം ഒക്ടോബർ മാസത്തിൽ സംസ്ഥാനത്ത് പൊതുവെ സാധാരണയിൽ കുറവ് മഴയ്ക്കാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിലും പരമാവധി 50 കിലോമീറ്റർ വരെ വേഗതയിലും വീശിയേക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഒക്ടോബർ 1 മുതൽ 4 വരെയുള്ള തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രിന്റിങ്ങും RC ബുക്ക് പ്രിന്റിങ്ങും അവസാനിപ്പിക്കുവാൻ നിർണായക നീക്കം. ആദ്യഘട്ടമായിട്ട് ലൈസൻസ് പ്രിന്റിംഗ് നിർത്തുമെന്നും പിന്നാലെ RC ബുക്ക് പ്രിന്റിംഗും നിർത്തുമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. ആധുനിക കാലത്ത് പ്രിന്റിംഗ് രേഖകളുടെ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. ലൈസൻസ് പ്രിന്റിംഗ് നിർത്തുന്ന 4-ാമത്തെ സംസ്ഥാനമാണ് കേരളം. ആധാർ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ തന്നെ രേഖകൾ ഡൗൺലോഡ് ചെയ്താൽ മതിയാകും. പ്രിന്റ് ചെയ്ത രേഖകൾ കൊണ്ടു നടക്കുന്നതിന് പകരമായിട്ട് ഡിജി ലോക്കർ സൗകര്യം ഉപയോഗിക്കാം. ഡിജി ലോക്കറിൽ സൂക്ഷിക്കുന്ന രേഖകൾ പരിശോധനാ സമയത്ത് ഹാജരാക്കിയാൽ മതി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് പൂജാ അവധിയുടെ ഭാഗമായിട്ട് ഒക്ടോബർ 11-ാം തീയതി വെള്ളിയാഴ്ച അവധി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ഇത് സംബന്ധിച്ച് ഇന്ന് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ ഒക്ടോബർ 10-ാം തീയതി വൈകുന്നേരമാണ് പൂജവയ്പ്. 11, 12 തീയതികളിൽ ദുർഗാഷ്ടമി, മഹാനവമി പൂജകൾക്ക് ശേഷം 13-ന് രാവിലെ വിജയദശമി പൂജയ്ക്കും ശേഷമാണ് എടുക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒക്ടോബർ 11-ന് കൂടി അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായിട്ടുള്ള നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ റേഷന്റെ വിതരണം 3-ാം തീയതി വ്യാഴാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള 2024 ഒക്ടോബർ മാസത്തിലെ റേഷൻ വിഹിതം അന്നേ ദിവസം മുതൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സെപ്റ്റംബർ 30 തിങ്കളാഴ്ചയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 1, 2 തീയതികൾ സംസ്ഥാനത്ത് റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്നാണ് പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഒക്ടോബർ ആദ്യ ദിനത്തിലും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച ഒക്ടോബർ 1-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കുറഞ്ഞത്. ഗ്രാമിന് 7050 രൂപയിലും പവന് 56,400 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.